മാനിഫെസ്റ്റേഷൻ, വിഷ്വലൈസേഷൻ, ഇതിന്റെയൊക്കെ ഇഷ്ടം പോലെ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇതിനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസിന്റെ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറെ കമന്റ്സ് വാവ് ദിസ് വർക്ക് ഫോർ മീ എന്നൊക്കെ ആയിരിക്കും. നമ്മൾ നോക്കുമ്പോൾ ഇത് എല്ലാവർക്കും വർക്ക് ആവുന്നുണ്ട്, എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇത് വർക്ക് ആവുന്നില്ല, ഇങ്ങനെ ഒരു തവണയെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ദിസ് വീഡിയോ ഇസ് ഫോർ യു. ഈ വീഡിയോയിൽ ഇത് എന്തുകൊണ്ടാണ് വർക്ക് ആകാത്തത്, ഇത് എങ്ങനെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ബിഫോർ ദാറ്റ്, വെൽക്കം ടു ടുഡേസ് വീഡിയോ. ഈ മാനിഫെസ്റ്റേഷന്റെ പല ടെക്നിക്സ്, ചിലപ്പോൾ 2 കപ്പ് മെത്തേഡ് ആകാം, സ്ക്രിപ്റ്റിംഗ് ആയിരിക്കാം, അഫർമേഷൻ ആയിരിക്കാം. ഇതൊക്കെ പല ആൾക്കാരിൽ പല ടൈം ഓഫ് ഇന്റർവെല്ലായിരിക്കും വർക്ക്ഔട്ട് ആവുന്നത്. ചിലർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും, ചിലർക്ക് ഒരു കാലതാമസം ഉണ്ടാവും. സോ ഇതെല്ലാം ഓരോ ആൾക്കാരുടെയും പേഴ്സണൽ മൈൻഡ് സെറ്റിന്റെ ബേസിസിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരേ അസുഖമായിട്ട് ഒരു 5 പേര് ഡോക്ടറിന്റെ അടുത്ത് വരികയാണ്. ഡോക്ടർ 5 രീതിയിലായിരിക്കും ഈ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ബിക്കോസ് 5 പേരുടെ ഓരോ ആൾക്കാരുടെയും ഏജ്, അവരുടെ ഹെൽത്ത് കണ്ടീഷൻ, ലൈഫ് സ്റ്റൈൽ, ഈ അസുഖത്തിൽ അവർ ഏത് സ്റ്റേജിലാണ് എത്തിയിരിക്കുന്നത്, ഇതിന്റെ ഒക്കെ ബേസിലായിരിക്കും ട്രീറ്റ്മെന്റ്. സോ ചിലർക്ക് പെട്ടെന്ന് ഈ ട്രീറ്റ്മെന്റ് വർക്ക്ഔട്ട് ആവും, ചിലർക്ക് കുറച്ച് സമയം എടുക്കും. സിമിലർലി ഇത് നമ്മുടെ ഹെൽത്തിന്റെ കാര്യമാണെങ്കിൽ, നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മെന്റൽ ഹെൽത്തിന്റെ കാര്യം. സോ നമ്മുടെ ഹെൽത്തിനെ ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് നമ്മൾ ലൈഫ് സ്റ്റൈലും ഡയറ്റും ഒക്കെ ശ്രദ്ധിക്കുന്ന പോലെ ചിലപ്പോൾ നമ്മൾ ഹെൽത്ത് സപ്ലിമെന്റ്സും ഒക്കെ ഇൻടേക്ക് എടുക്കും അല്ലെ. അപ്പൊ അതുപോലെ നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ഒന്നുകൂടെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ കുറച്ച് മെന്റൽ സപ്ലിമെന്റ്സും കൂടെ നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ്, ഇതൊക്കെ വർക്ക്ഔട്ട് ആവാൻ നമുക്കൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഒത്തിരി എല്ലായിടത്തും കേൾക്കുന്ന ഒരു കാര്യമാണ് പോസിറ്റിവിറ്റിയെ പറ്റിയും ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് വേണം എന്നുള്ളതൊക്കെ. പക്ഷെ എങ്ങനെ നമുക്കൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റിനെ ബിൽഡ് ചെയ്തെടുക്കാം എന്ന് നമുക്കൊരു ക്ലാരിറ്റി കുറവുണ്ടായിരിക്കും. സോ ഇതിന് നമ്മുടെ റുട്ടീനിന്റെ ഭാഗമാക്കുകയാണ് വേണ്ടത്. റുട്ടീൻ എന്ന് ഞാൻ പറയാൻ കാരണം, എല്ലാ ദിവസവും ഒരു റെഗുലർ ഇൻടേക്ക്, ഒരു റെഗുലർ ആയിട്ട് നമ്മൾ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമാണ് അത് നമ്മളുടെ ഒരു മൈൻഡ് സെറ്റിന്റെ ഭാഗമാകുന്നത് അല്ലെ. ഇപ്പൊ സപ്ലിമെന്റ്സ് ആയിക്കോട്ടെ, ഡയറ്റ് ആയിക്കോട്ടെ, ജിമ്മിൽ പോകുന്നതായിക്കോട്ടെ, എല്ലാം നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൽ നിന്നൊരു റിസൾട്ട് ഉണ്ടാകുന്നത്. സോ പോസിറ്റീവ് മൈൻഡ് സെറ്റിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഹാബിറ്റിനെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാക്കുന്നത്. ആൻഡ് ദാറ്റ് ഹാബിറ്റ് ഇസ് കോൾഡ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്. സോ ജേർണലിംഗിനെ പറ്റി മാത്രം ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. സോ ടുഡേ ഇൻ ദിസ് വീഡിയോ വിൽ ടോക്ക് അബൌട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്. പറയുമ്പോൾ നമുക്കിത് വളരെ സിമ്പിൾ ടെക്നിക് ആയിട്ട് തോന്നാം. യെസ്, ദിസ് ഇസ് സിമ്പിൾ ബട്ട് വെരി പവർഫുൾ. എന്തുകൊണ്ടാണ് ഈ ഒരു ടെക്നിക്ക് ഇത്ര എഫക്റ്റീവ് ആയിട്ട് വർക്ക്ഔട്ട് ആവാൻ കാരണം എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ ഇടയ്ക്ക് വെച്ച് പോകരുത്, സ്റ്റേ ടു ദി എൻഡ്. സോ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗിന് വേണ്ടി മാത്രം ഒരു ബുക്ക് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കുക. എല്ലാ ദിവസവും ബിഫോർ ഗോയിങ് ടു ബെഡ്, കിടക്കുന്നതിന് മുമ്പ് റൈറ്റ് 5 to 10 things that you are grateful for. ഞാൻ എപ്പോഴും 10 കാര്യങ്ങൾ തന്നെ എഴുതാൻ ശ്രമിക്കാറുണ്ട്. കാരണം എത്രത്തോളം കൂടുതൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടോ അത്രയും കൂടുതൽ ബ്ലെസ്സിങ്സിനെ നമുക്ക് ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ. ഭയങ്കര ഫാന്റസി ഒന്നും ആക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് പേർപ്പസ് എന്ന് പറയുന്നത് ഇത് കംപ്ലീറ്റ്ലി നമ്മൾ ഫോളോ ചെയ്യാന്നുള്ളതാണ്. ആൻഡ് പ്രാക്ടീസ് ദിസ് ഫോർ നെക്സ്റ്റ് 30 days and I'm 100% sure your life will change. അപ്പൊ ഞാനത് കുറെ ദിവസമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്കൊരു റിസൾട്ട് വന്നതിന് ശേഷം പറയുന്നതാണല്ലോ അതിന്റെ ഒരു ഭംഗി. സോ ഞാൻ ജസ്റ്റ് day 1 സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഇങ്ങനെ day 1 എന്ന് എഴുതി, ഡേറ്റ് എഴുതി, എന്നിട്ട് ഞാൻ 10 കാര്യങ്ങൾ എഴുതി. 5 to 10 എന്നാണ് പറയണെങ്കിലും 10 വരെ എഴുതാൻ ശ്രമിക്കാം. എന്നിട്ട് ഞാനിപ്പോ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് December 18th അപ്പോൾ ഇന്നലെ രാത്രി December 17th വരെ 36th ഡേ ആണ് ഞാൻ എഴുതി. എന്തൊക്കെയാ എഴുതിയേക്കണേന്ന് ഞാൻ കാണിച്ചു തരില്ല, അതൊക്കെ എന്റെ സീക്രട്ട് ആണ്. സോ നമുക്ക് എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ എഴുതാനുണ്ടാവും. ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ താങ്ക് ഫോർ ഗുഡ് ഫുഡ്, ക്ലീൻ വാട്ടർ, ഫ്രഷ് എയർ ടു ബ്രീത്ത്. ഞാൻ പറയുമ്പോൾ താങ്ക് യു ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ഡ്രസ് ഞാൻ പറയും, അല്ലെങ്കിൽ താങ്ക് യു ഫോർ ദിസ് ബ്യൂട്ടിഫുൾ പെൻഡന്റ്, താങ്ക് യു ഐ ഹാവ് ലോങ് ബ്യൂട്ടിഫുൾ ഹെയർ എന്ന് ഞാൻ പറയും. സോ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന നമ്മുടെ ലൈഫിലുള്ള ബ്ലെസ്സിങ്സിനെ എല്ലാം നമ്മൾ എഴുതി നമ്മളതിന് താങ്ക്സ് പറയാം. നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ ഹാബിറ്റ് നമ്മുടെ ലൈഫിന്റെ ഭാഗമാക്കുമ്പോൾ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവുക സ്വാഭാവികമാണ്. സോ ഇതിനെ ബ്രേക്ക് ചെയ്യാൻ 2 വഴികളാണ്. ഒന്ന്, എന്താണ് ഇതിന്റെ പർപ്പസ്, ഇതിന്റെ ഇമ്പാക്ട് എന്താണെന്ന് മനസ്സിലാക്കുക. 2, ഇതെങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക.
സോ ഞാനൊരു 36 ഡേയ്സ് പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. സോ എൻ്റെ ലൈഫിൽ ഒത്തിരി ബ്ലെസ്സിങ്സ് എനിക്ക് കിട്ടി. നമുക്കൊരു പേപ്പറിന്റെയും പേനയുടെയും മാത്രം ചിലവേ ഉള്ളൂ. സോ ട്രൈ ഇറ്റ് ഔട്ട് ആൻഡ് റിസീവ് ഓൾ ദ ബ്ലെസ്സിങ്സ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. ആൻഡ് അങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ വീഡിയോന്റെ താഴെ ഒന്ന് വന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഇനി ഇതെങ്ങനെ വർക്ക്ഔട്ട് ആവുന്നതെന്ന് നോക്കാം. ഇമാജിൻ നമ്മൾ രണ്ടുപേരും ഒരേപോലെ സഹായിക്കാം. അപ്പോൾ ആദ്യത്തെ ആളാണെങ്കിൽ നമ്മൾ എത്ര സഹായം ചെയ്തു കൊടുക്കുമ്പോഴും ആവശ്യങ്ങൾ കൂടുന്നതല്ലാതെ ചെയ്തു കൊടുത്ത സഹായങ്ങൾക്കൊക്കെ കുറവുകളാണ് കണ്ടെത്തുന്നത്. രണ്ടാമത്തെ ആള് നമ്മൾ സഹായം ചെയ്തു കൊടുക്കുമ്പോൾ ഏറ്റവും ചെറിയ കാര്യത്തിനോട് വരെ വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ടാണ് ഓർക്കുന്നത്. നമ്മളോട് താങ്ക്സ് പറയുകയാണ്. അത് ചെയ്ത് തന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ ആയേനെ, സോ താങ്ക് യു ഫോർ ദാറ്റ് ഹെൽപ്പ്. അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി നമ്മൾ ഓർക്കാം. ആരെ സഹായിക്കാനായിരിക്കും നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ്? ഉറപ്പായിട്ടും രണ്ടാമത്തെ ആളെ അല്ലേ. ദിസ് വർക്ക്സ് ഫോർ ദ യൂണിവേഴ്സ് ഓൾസോ. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ ഒന്നും കാണാതെ എപ്പോഴും ലൈഫിൽ കംപ്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുതിയ ബ്ലെസ്സിങ്സിനെയൊക്കെ അട്രാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. സോ ഇത് ഇങ്ങനെ വർക്ക്ഔട്ട് ആവാൻ കാരണം ബിക്കോസ് ഓഫ് ദി ലോ ഓഫ് യൂണിവേഴ്സ്, ദാറ്റ് ഇസ് ലൈക്ക് അട്രാക്ട്സ് ലൈക്ക്. ഓരോ ദിവസവും ഇങ്ങനെ നന്ദി പറയുന്നത് നമ്മുടെ ശീലമാക്കുമ്പോൾ നമ്മൾ ഒരു വെൽത്തി മൈൻഡ് സെറ്റിനെയാണ് ബിൽഡ് ചെയ്യുന്നത്. നമുക്കുള്ള അനുഗ്രഹങ്ങളെയാണ് നമ്മൾ ഓർക്കുന്നത്. അപ്പൊ ഈ വെൽത്തി മൈൻഡ് സെറ്റ് എപ്പോഴും വെൽത്തിനെയും ബ്ലെസ്സിങ്സിനെയുമാണ് അട്രാക്ട് ചെയ്യുന്നത്. സോ നമ്മുടെ ലൈഫിലെ ഓരോ ദിവസത്തിലെ ജസ്റ്റ് 10 മിനിറ്റ് practice it for 30 days and experience all the blessings and magic. ഇനിയും ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാനോ വർക്ക്ഔട്ട് ചെയ്യാനോ എന്തെങ്കിലും ഒരു മടി തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ അനുഗ്രഹങ്ങളും ബ്ലെസ്സിങ്സും ഒക്കെ വേണ്ടാന്നാണെങ്കിൽ ഡോണ്ട് റൈറ്റ് ഔട്ട്. അല്ല, ഇനിയും കൂടുതൽ നമ്മുടെ ലൈഫിൽ അബൻഡൻസിനെയും വെൽത്തിനെയും ഒക്കെ അട്രാക്ട് ചെയ്യുന്നെങ്കിൽ ഗോ ഫോർ ഇറ്റ് ആൻഡ് എക്സ്പീരിയൻസ് ദ മാജിക്. താങ്ക് യു.